എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിലൊഴിവുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ തൊഴിലവസരം വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഒഴിവിലേക്കാണ് നിലവിലിപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. തുടക്ക ശമ്പളം 50,300 രൂപ വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അടുത്തത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പിഴൂണാവാൻ വേണ്ടി അവസരമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒഴിവുകളാണ്. 1000-ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രൊമോഷൻ വഴി LD ക്ലർക്ക് വരെ ആകുവാൻ സാധിക്കുന്നതാണ്. തുടക്ക ശമ്പളം 20,000 രൂപയാണ്. അടുത്ത തൊഴിലവസരം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ളതാണ്. കേരളത്തിലും അവസരമുണ്ട്. 6,180 ടെക്നീഷ്യൻ ഒഴിവുകളാണ് നിലവിലുള്ളത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത തൊഴിലവസരം എന്ന് പറയുന്നത് +2 യോഗ്യതയുള്ളവർക്ക് വ്യോമസേനയിലാണ് സുവർണ അവസരം വന്നിട്ടുള്ളത്. അഗ്നിവീർ ഒഴിവിലേക്കാണ് ഇപ്പോൾ നിലവിലെ വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നത്. വനിതകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്റലിജൻസ് ബ്യൂറോയിലേക്കും പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 3,717 എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് നിലവിലുള്ളത്. തുടക്ക ശമ്പളം 44,900 രൂപ വരെ ആയിരിക്കും. അടുത്തത് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിരവധി തൊഴിലവസരമാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. ഓപ്പറേറ്റർ, സെമി സിൽക്സ് വർക്കർ, ഹെൽപ്പർ, മാനേജർ തുടങ്ങി നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. യോഗ്യത 10ാം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിരോധ വകുപ്പിന് കീഴിലും ജോലി നേടാൻ സുവർണ അവസരമാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലാണ് അവസരം വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് കമാൻഡ് തുടങ്ങിയ വേക്കൻസിയിലേക്കാണ് നിലവിലിപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. തുടക്ക ശമ്പളം 56,100 രൂപ വരെയാണ്. അടുത്തത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ അവസരമാണ്. 1,010 ട്രെയിനി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്രന്റി ട്രെയിനി ആവാനാണ് അവസരമുള്ളത്. യോഗ്യത 10ാം ക്ലാസ് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും തൊഴിലവസരം വന്നിട്ടുണ്ട്. തുടക്ക ശമ്പളം 33,900 രൂപ വരെയാണ്. ഓഫീസർ ഗ്രേഡ് A, B ഗ്രേഡ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കേരളത്തിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത തൊഴിലവസരം എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈ വർഷത്തെ SSC JE വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 1,300ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. CPWD, MES, BRO, നേവൽ, NDRO തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അവസരമുള്ളത്. തുടക്ക ശമ്പളം 35,400 രൂപ വരെയാണ്. അടുത്ത തൊഴിലവസരം എന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ 5,200ഓളം ഒഴിവുകളാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11 വിവിധ ബാങ്കുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി മുതലായ ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത മിനിമം ഡിഗ്രിയാണ്. ബറോഡയിലാണ് അവസരം വന്നിരിക്കുന്നത്. ശമ്പളം 48,000 രൂപ മുതലാണ്. 2,500 ലോക്കൽ ബാങ്ക് ഓഫീസർ നിയമനവും കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് കേരളത്തിലെ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിലും ജോലി അവസരം വന്നിട്ടുണ്ട്. കൺസൾട്ടന്റ് അക്കൗണ്ടന്റ് ഓഫീസർ, സെക്രട്ടറി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. തപാൽ വഴി അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത തൊഴിലവസരം എന്ന് പറയുന്നത് +2 യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർവീസിൽ സുവർണ അവസരമാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. 3,100ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ ഒഴിവ് വന്നിരിക്കുന്നത്. ഡാറ്റ ഓപ്പറേറ്റർ, ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. തുടക്ക ശമ്പളം 25,500 രൂപ മുതലാണ്. അടുത്തത് ഇന്ത്യൻ നേവിയിലേക്ക് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. 1,110 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ഗ്രൂപ്പ് B ആൻഡ് Cയിലാണ് നിലവിൽ അവസരം വന്നിട്ടുള്ളത്. യോഗ്യത 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയാണ്. അടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള SIDIBIയിൽ
അവസരം വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അവസരം വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജറിലേക്കാണ് ആദ്യത്തെ ഒഴിവെന്ന് പറയുന്നത്. കേരളത്തിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 11. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അപേക്ഷാ തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.